നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ് ഇന്ന് നമുക്ക്. അങ്ങ് ഹോളിവുഡും നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഇന്ന് അറിയപ്പെടുകയാണ്. ബ്രഹ്മയോഗം എന്ന സിനിമ ഇന്ന് ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത ശരിക്കും ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഈ ഒരു സമയം. നമ്മൾ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് അല്ലേ. കാരണം അദ്ദേഹത്തിന് നമ്മൾ ഓർമ്മിക്കാതെ ഈ ഒരു സിനിമയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരത് 3 പേരെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ബ്രഹ്മയോഗം. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തിയത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ വന്നാൽ ഓഡിയൻസ് അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നായിരുന്നു. പക്ഷെ ആ സിനിമയിലെ നാഡി എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇനി ഏത് കോലത്തിൽ വന്നാലും ആ മനുഷ്യൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത് പ്രേക്ഷക ഹൃദയം കീഴടക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു രീതിയിലേക്ക് ആ സിനിമ മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. ഞാനൊരു മമ്മൂക്കയുടെ ആരാധകൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു അഭിമാനം എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓസ്കാർ വേദിയിൽ മമ്മൂക്കയുടെ ബ്രഹ്മയോഗം അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഓസ്കാർ മ്യൂസിയത്തിൽ ഈ സിനിമ സൂക്ഷിക്കും. സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളിലൊക്കെ ഇനി നമ്മുടെ മമ്മൂക്കയുടെ ഈ ഒരു സിനിമ, മമ്മൂക്കയുടെ അഭിനയ രീതികൾ, ഈ സിനിമയുടെ ഡയറക്ഷൻ വശങ്ങൾ, ഇതെല്ലാം വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് വലിയൊരു അഭിമാനം. കാരണം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു അഭിമാനമായിട്ട് ബ്രഹ്മയോഗം എന്ന സിനിമ മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഒരുപാട് അഭിമാന നിമിഷം തന്നെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പത്മശ്രീ ഭരത്, പത്മഭൂഷൺ മമ്മൂക്കയെ കുറിച്ചിട്ട് നമുക്ക് ഓർക്കുമ്പോൾ. മമ്മൂക്കയുടേതായിട്ട് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ മലയാളത്തിൻ്റെ ലെജൻഡായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയാണ്. അതും ഇനി ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. സിനിമയിൽ നായികയായിട്ട് എത്തുന്നത് നയൻതാര തന്നെയാണ്. നയൻതാര ഏതാണ്ട് മമ്മൂക്കയായിട്ട് എത്താൻ പോകുന്ന 7ാമത്തെ ചിത്രമായിട്ടാണ് സിനിമ ഇപ്പം ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ വെൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും. അതിനകത്ത് നമ്മുടെ മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ രീതി നമുക്ക് കാണാൻ സാധിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മൂക്ക തമിഴ് സിനിമയിലേക്ക് അഭിനയിക്കാൻ എത്തുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. ധനുഷ് നായകനാകുന്ന സിനിമയ്ക്കകത്താണ് മമ്മൂക്ക ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ ഈ സിനിമയ്ക്കകത്ത് എത്താൻ പോകുന്നത്. മമ്മൂക്ക തമിഴിൽ അവസാനമായിട്ട് ചെയ്തത് റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന സിനിമയായിരുന്നു. അതിനുശേഷം പിന്നെ തമിഴിൽ മമ്മൂക്ക സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ധനുഷിന്റെ D55 എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് മമ്മൂക്ക ഇനി അഭിനയിക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ തിയേറ്ററിലേക്ക് മമ്മൂക്കയുടേതായിട്ട് കാത്തിരിക്കുന്ന സിനിമ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ വലിയൊരു മൾട്ടി സ്റ്റാർ ചിത്രം പാട്രിയോട്ട് എന്ന സിനിമയാണ്. പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പണ്ട് 2020 എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് മമ്മൂക്കായെ സെൻട്രൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള നടന്മാരെല്ലാം സൈഡിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള വിവാദങ്ങൾ പോലെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കും വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മമ്മൂക്കയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ലാലേട്ടൻ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിംഗിലാണ് എല്ലാ ആരാധകരും. അപ്പോൾ ബ്രഹ്മയോഗം എന്ന സിനിമ അങ്ങനെ നമ്മുടെ മലയാളികൾക്ക്, മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു നേട്ടം തന്നെ. ഇനി ഹോളിവുഡിലും നമ്മുടെ മമ്മൂക്ക ആരാണ് എന്നുള്ളത് അവിടുത്തെ ആൾക്കാരും കൂടെ ഒന്ന് കാണട്ടെ അല്ലേ. അപ്പം മമ്മൂക്കയുടെ അഭിനയ രീതികളും മമ്മൂക്ക എന്ന് പറയുന്ന ആ അതുല്യ പ്രതിഭയുടെ ആ മാസ്മരിക പ്രകടനങ്ങൾ കണ്ട് അവരും അങ്ങോട്ട് ഞെട്ടട്ടെ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഇനി സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.